ഹായ് കൂട്ടുകാരെ, പൂക്കളെയും ചെടികളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും കവി അനഘാസിലേക്ക് സ്വാഗതം. അപ്പോൾ പെൻഡാസിനെ കുറിച്ചുള്ള വീഡിയോസാണ് ഇന്ന്. പിന്നെ ഉണ്ടല്ലോ, ഈ പെൻഡാസ് ഇപ്പോൾ പല കളറുണ്ട് കേട്ടോ. വൈറ്റ്, പിങ്ക്, റെഡ്, പിന്നെ നമ്മുടെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വേറെയും വെറൈറ്റികളുണ്ട് കേട്ടോ. ഹൈബ്രിഡ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാടൻ അങ്ങനെയല്ല കേട്ടോ. നാടൻ പെട്ടെന്നൊന്നും നശിക്കത്തില്ല, ഒരുപാട് പൂക്കളും തരും. പിന്നെ നിങ്ങളുടെ ഗാർഡനിൽ ഒരുപാട് പൂക്കളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെൻഡാസ് പോലെയുള്ള പ്ലാന്റ്സൊക്കെ വെച്ച് പിടിപ്പിക്കട്ടെ. തെച്ചി അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ പെട്ടെന്ന് നശിച്ചു പോകില്ലട്ടോ. ചെമ്പരത്തി ഇപ്പം ഞാനെല്ലാം നാടനിൽ പിടിച്ചേക്കുവാണ് കേട്ടോ. കാരണം നാടനാകുമ്പോൾ എന്താ, നമുക്ക് കൊടുക്കുന്ന കാശിന് അവരുടേതായ എല്ലാ ഗുണങ്ങളും അവർ നമുക്ക് തരും കേട്ടോ. അപ്പം പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് വേഗം പോയാലും എങ്ങനെയാണ് ഞാൻ വേര് പിടിപ്പിക്കുന്നത് ഈ മഴക്കാലത്തുനിന്ന്. അതിനായിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഒരു കവർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പെൻഡാസിൻ്റെ നല്ലൊരു കമ്പ് നോക്കി എടുക്കണം കേട്ടോ. ഇതിൻ്റെ റെഡ് പെൻഡാസാണ്. ഇപ്പോൾ പൂക്കളൊന്നും ഇല്ല, പൂക്കളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. മഴ കാരണം എല്ലാം പോയിട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇതിൻ്റെ പൂക്കളൊക്കെ കാണാനായിട്ട്. ഞാൻ ഇപ്പോഴാണ് ഇവരെയൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. എനിക്ക് ഇങ്ങനെയുള്ള പെൻഡാസിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പെൻഡാസ് എന്നുള്ള പേര് തന്നെ ഞാൻ ഇപ്പോഴാണ് പഠിച്ചത് കേട്ടോ. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ഞാൻ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു കമ്പെടുത്ത് കുറേ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുറേ ചട്ടിയിലാക്കി ഇങ്ങനെ നിരത്തി വെക്കണതാണ് നല്ല ഭംഗിയായിരിക്കില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഇളം കമ്പെടുത്തു. പിന്നെ അതിൻ്റെ താഴത്തായ ഇലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ കിള്ളിക്കളയണം കേട്ടോ. അതിന് ശേഷം കിള്ളിക്കളയണമെന്ന് പറഞ്ഞ് എന്താണെന്നോ, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഇല മണ്ണിൽ നിൽക്കുമ്പോഴത്തേക്കിനും അതിൽ ചീച്ചിൽ വന്നിട്ട് അതിൽ തണ്ടിലോട്ട് ചീച്ചിൽ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് താഴത്തെ ലീഫൊക്കെ കിള്ളിക്കളയണമെന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള പോട്ടി മിക്സ് എടുക്കുക. ഇത് ചകിരി കമ്പോസ്റ്റും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടുള്ള കമ്പോസ്റ്റില്ലേ, അതും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്താണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ നല്ലൊരു കവർ വേണം. കുഞ്ഞി കവറാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. 50 പൈസയുള്ളൂ കേട്ടോ ഈ കവറിന്. നഴ്സറിയിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിൽ നല്ല സുഖമായിട്ട് നമുക്ക് വേര് പിടിപ്പിക്കാം കേട്ടോ. എനിക്ക് ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ വേര് പിടിപ്പിച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആയി കിട്ടുന്നില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഞാൻ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിനും ആ ഗ്ലാസ് അങ്ങോട്ട് കീറിപ്പറിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതോടുകൂടി ആ ചെടിയെ നശിക്കുന്നത്. ഇതുപോലെ ഞാൻ നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എന്താ, നമ്മളിത് അങ്ങനെ തന്നെ അങ്ങോട്ട് കുത്തിയിറക്കി വെച്ച് കൊടുക്കരുത് കേട്ടോ. നേരെ ഒരു കുഴി ആ കവറിൻ്റെ നടുക്കായിട്ട് എടുക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമേ ഈ ഒരു കമ്പ് നമുക്ക് ഇറക്കി വെക്കാവുള്ളൂ. അതല്ല നമ്മൾ നേരിട്ട് മണ്ണിലോട്ട് കുത്തി ഇറക്കി വെക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഒരു ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പ്ലാന്റ്സ് പിടിച്ച് കിട്ടൂല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. നട്ടതിന് ശേഷം നമുക്ക് കുറച്ച് സാഫ് കലക്കി ഒഴിക്കുക. അല്ലെങ്കിൽ ഞാൻ സാധാ വെള്ളമാണ്ട് ഇത് നട്ട ശേഷം ഒഴിച്ചത്. സാഫ് കലക്കണം എന്നുള്ളത് ഞാൻ മറന്നുപോയി. ആദ്യം വിചാരിച്ചു സാഫ് കലക്കി ഒഴിക്കണമെന്ന്. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ സാഫിൻ്റെ കാര്യം ഓർത്തത്. അപ്പം വേരൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് സാഫ് കൊടുക്കാം. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നട്ടുടനെ കൊണ്ട് നട്ടം വെയിലത്ത് വയ്ക്കരുത്. ഇപ്പം വെയിലില്ല, മഴയായതുകൊണ്ട് ഏതെങ്കിലും ഒരു മഴ കൊള്ളാത്ത ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. 1-2 ദിവസം കൊണ്ട് ഇതിന് വേര് പിടിക്കും. ഞാൻ കുറേ വേര് പിടിപ്പിച്ച് വെച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ രാവിലെ ഓടി പിടിച്ചിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് പല കാര്യങ്ങളും പല രീതിയിൽ ഉദ്ദേശിച്ചാലും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.